മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, മുത്തഖീങ്ങൾക്കുള്ള സ്വഭാവങ്ങൾ പുറമെ നോക്കിയാൽ കാണുന്ന 11 കാര്യങ്ങൾ. ആ 11 കാര്യങ്ങളും നമ്മിൽ നിലനിർത്തി കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രമിച്ചാൽ എല്ലാവർക്കും കഴിയും. ഒഴിവും കഴിവൊക്കെ ഉണ്ടാകും. അവനാന്റെ കാര്യത്തിന് എന്തൊഴിവല്ലാതിരിക്കുക ഉണ്ടാവൂലേ? ഉണ്ടാകും. ഒരു ദിക്റിന്റെ സദസ്സിലും പങ്കെടുക്കാത്ത ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഏതെങ്കിലും ഒരു സയ്യിദ് അവറുകളോ ഒരു ആലിമോ അയാളോടൊരു ദിക്റ് പറഞ്ഞു കൊടുത്തു. ആ ദിക്റ് ഒരു ദിവസം രാവിലെ തന്നെ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 1001 വട്ടം ചൊല്ലണം. പ്രശ്നം പരിഹരിക്കുന്നവരെ ചൊല്ലൂലേ? എന്ത് സംശയം? റമദാനൊന്നാകണ്ട. കാരണം ആ പ്രശ്നം ഓൾറെഡി പരിഹരിച്ച് കിട്ടണം. അതാണ് അപ്പോൾ ഉള്ള ഉദ്ദേശം. അതിന് എന്തും സഹിക്കാൻ തയ്യാറാ. നമ്മുടെ മനസ്സ് ഈ രൂപത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാൻ പണിപ്പെട്ട് ശ്രമിക്കണം, പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. ആ പിടിച്ചിരുത്താനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തആല പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സ്വന്തത്തെ പിടിച്ച് റെഡിയാക്കി ഉണ്ടാക്കിയെടുക്കണം. പലതിനോടും പുച്ഛം തോന്നും, ചിലതിനോടൊക്കെ മടി തോന്നും. ആ മടിയും പുച്ഛവും ഒക്കെ മാറ്റാനുള്ള കഴിവില്ലേ? അതാണ് കൽപ്പനകൾ അനുസരിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചൊല്ലാൻ ചിലപ്പോഴൊക്കെ ഒന്ന് പുറത്തു പോയിരുന്നാൽ ഇയാൾ എഴുന്നേറ്റ് പോകുന്ന കണ്ടാ വിചാരിക്കുന്നതോ ഒരു തിരക്കിൽ പോവുകയാണ്. പിന്നെ പോയി നോക്കുമ്പോൾ ആൾക്കൊരു തിരക്കില്ല. പിന്നെ ആ ചൊല്ലുന്ന ദിക്റിനോട് അയാളെ കൽബ് അത്രേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് ആളെ എഴുന്നേറ്റ് പോയത്. അവന്റെ കാര്യം വന്നപ്പോ എന്തൊരു ഊക്കിലാ ദിക്റില്ലെന്ന്. അല്ല, നീ എന്താ ഇപ്പൊ പാതിരാത്രി എണീറ്റ്? ഞാൻ ചെറിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു പ്രശ്നം ഉണ്ട്, അത് പരിഹരിച്ച്. ആ ടൈം അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ ആള് പഴയ രൂപത്തിലുണ്ടാവും. കാരണം അത് പ്രശ്നപരിഹാരത്തിനുള്ളതാണ്. അവനവന്റെ തഖ്വ ഊർജിതമായി കിട്ടാനോ അത് ശരിയായി കിട്ടാനോ ഉള്ളതല്ല. അവന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ദിക്റാ സ്വലാത്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഒരു മുത്തഖിയായ മനുഷ്യന് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റ് അവന് ഒഴിവാക്കാൻ കഴിയൂല. ഒരു സുന്നത്ത് നിസ്കാരം ഒരു മുത്തഖിയായ മനുഷ്യന് ഒഴിവാക്കാൻ കഴിയൂല. ഒരു സുന്നത്തായിട്ട് അവൻ ശീലമാക്കിയ അമല് അത് ഒഴിവാക്കാൻ കഴിയൂല. അതുകൊണ്ട് അവന്റെ ശരീരവും അവന്റെ ഖൽബും ആ രൂപത്തിൽ ബന്ധിച്ചിട്ടുണ്ടാകും. മാറ്റാൻ കഴിയൂല. അത് മാറിപ്പോവുക, അത് ഒഴിവായി പോകുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വലിയ ആപത്ത് വന്നു എന്നാണ് കണക്കൂട്ടുന്നത്. അത്രയും വലിയ ബേജാറും വേദനയായിരിക്കും. ഒന്നൊഴിവായി പോയാലുള്ള സങ്കടം അത്ര വലുതാ. അവർക്കതിന് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു പോയത്. അലി റളിയല്ലാഹുവിനെ ഖൈബറിലേക്ക് പറഞ്ഞേക്കുക. ഖൈബറിലേക്ക് പറഞ്ഞേക്കുന്നതിന് ഒരു പ്രത്യേകം ഒരു സ്ഥാനം നൽകിയിട്ടാണ്. തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു പതാക അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ലഉതിയന്ന ഹാദിഹി റായത ഗദൻ, എന്റെ ഈ കയ്യിലിരിക്കുന്ന പതാക നാളെ ഞാൻ ഒരാൾക്ക് കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. ആർക്കാ കൊടുക്കുന്നത്? അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ഒരാൾക്ക്, അല്ലാഹുവും റസൂലും ഇങ്ങോട്ടും ഹബ്ബ് വെക്കുന്ന ഒരാൾക്ക്. രണ്ട് ഭാഗവും മഹബ്ബത്തുണ്ട് എന്നർത്ഥം. അത്തരത്തിലുള്ള ഒരാൾക്കാണ് ഈ പതാക കൊടുക്കാനുള്ളത്. യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. സഹോദരങ്ങളെ, രണ്ട് ഭാഗത്തും മഹബ്ബത്തുണ്ടെങ്കിൽ ആ മഹബ്ബത്തല്ലേ യഥാർത്ഥത്തിലുള്ള മഹബ്ബത്ത്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം ശരിയായിട്ടുണ്ടോ? രണ്ട് ഭാഗത്തുള്ള ഹുബ്ബ് വരുമ്പോഴല്ലേ ഹുബ്ബ് യഥാർത്ഥത്തിലുള്ള ഹുബ്ബാകുന്നത്. ആ രണ്ട് ഭാഗത്തും മഹബ്ബത്ത് റെഡിയായ ഒരാൾക്ക് ഞാനിത് കൊടുക്കും. മാത്രമല്ല വയഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലാഹു തആല വിജയവും കൊടുക്കും. യുദ്ധം വിജയിച്ചുകൊണ്ട്, പോരാട്ടം വിജയിച്ചുകൊണ്ട് തിരിച്ചു വരും. നാളെ കൊടുക്കും. നാളെ. അന്ന് രാത്രി മുഴുവനും സഹാബത്ത് ചർച്ചയിലാണ്.
ആർക്കാ കൊടുക്കുക? ആർക്കാ? സ്വഹാബത്ത് ഉറങ്ങാത്ത രാവുകളിൽപ്പെട്ട ഒരു രാവാണത്. വേറെയും കുറെ രാവുണ്ട്, ഒരു രാവാണ്. ആർക്കായിരിക്കും? എല്ലാവരും ചർച്ച ചെയ്തു ആർക്കാ കിട്ടുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔറാദും ദിക്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് കയറി. ഈ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാബത്തിലേക്ക് ഉത്തരം പറയാൻ വേണ്ടി തങ്ങൾ പതുക്കെ ഒന്ന് വിരി നീക്കിയപ്പോൾ ഹദീസിൽ കാണാം, പൊക്കം കുറഞ്ഞ സ്വഹാബിമാര് നീളമുള്ളവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഒരാളെ വിളിക്കുള്ളൂ, 10 ആളെന്നില്ല, ഒറ്റ ആളെ. ഞാനിവിടെ ഉണ്ട്, എന്നെ വിളിച്ചാലും എനിക്കത് കിട്ടണം. എല്ലാരും ആഗ്രഹത. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയല്ല, ഒരു പതാക ഏന്തി ശത്രുവിനോട് പോരാടാൻ പോകാനുള്ള പരിപാടിയാ. ശത്രുവിനോട് പോരാടാൻ പോകുമ്പോ 2 വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, മഹബ്ബത്തിന്റെ തലങ്ങൾ പൂർണ്ണമായും കിട്ടിയ ഒരു മനുഷ്യൻ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന്റെ മഹബ്ബത്ത് വെക്കുന്നു, അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അങ്ങോട്ടും ഹബ്ബ് വെക്കുന്നു. 2, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ പോരാട്ടത്തിൽ നല്ല വിജയം ഇസ്ലാമിന് കിട്ടും. തകർച്ചല്ല, പതനല്ല, വിജയ കിട്ടുക. ആരാത് ആഗ്രഹിക്കാതിരിക്കുക? ആ ഒരു മഹബ്ബത്ത് നമുക്കാകണം ആ പേര് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരും തലപൊക്കി കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരും എന്നെ വിളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തങ്ങളിങ്ങനെ നോക്കി, എല്ലാവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് തങ്ങൾ ചോദിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ആ ഒരു ചോദ്യം കേട്ടപ്പോൾ സ്വഹാബത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത. ചാൻസ് പോയി എന്ന അർത്ഥത്തിൽ ഒരു മനോവിഷമം. എന്നാലും അവര് പലരും പറഞ്ഞു, നബിയേ ഹുവ ഫീ ബൈതിഹി യസ്തകി ഐനൈ, കണ്ണിന് സുഖമില്ലാതെ വീട്ടിലാണ് നബിയേ. മറ്റൊരാളെ മാറി വിളിക്കും എന്ന അർത്ഥത്തിൽ കാരണം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഒന്ന് പോയി പിടിച്ചു കൊണ്ടുവരൂ. സഹായിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നു. ഒരു കണ്ണ് തീരെ തുറക്കാൻ കഴിയുന്നില്ല, അത്രയും കടുത്ത ചെങ്കണ്ണ് ബാധിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഉമിനീര് പുരട്ടിക്കൊടുത്തു. പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, 2 കണ്ണിനും അന്ന് ചെങ്കണ്ണ് ബാധിച്ചിരുന്നെങ്കിൽ അന്ന് അവിടുത്തെ ഉമിനീര് ലഭിച്ച കണ്ണിന് എന്തൊരു സുഖമാണ്, എന്തൊരു കാഴ്ചയാണ്. പിന്നെ ഒരു രോഗവും ഒരു വേദനയും ഒരു കാലത്തും വന്നിട്ടില്ല, ഒരിക്കലും ഒരു മങ്ങൽ പോലും വന്നിട്ടില്ല. ആ കണ്ണിന് കിട്ടിയ ഉമിനീര് മറ്റേ കണ്ണിനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ആശിച്ചു പോയി. എന്റെ കണ്ണ് നല്ല തിളക്കമുള്ള കണ്ണായി മാറി. ആ തങ്ങൾ ഉമിനീര് പുരട്ടുമ്പോഴേക്ക് കണ്ണിന്റെ ചുവപ്പ് മുഴുവനും നീങ്ങിയിട്ട് വേദന മുഴുവനും മാറിയിട്ട് സന്തോഷത്തോടെ നോക്കുമ്പോ പതാക കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലി നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊള്ളൂ. അലി റളിയല്ലാഹു അൻഹു ആ പതാകയും പിടിച്ച് നേരെ ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഖൈബറിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുന്നത് മുറഹിബും അലി റളിയല്ലാഹു അൻഹും 2 പേരും ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്നാല് അലി റളിയല്ലാഹു അൻഹു മുറഹിബിന്റെ പകുതിയേക്കാളും കുറച്ചുകൂടി താഴെ ആയിരിക്കും. അത്രയും ഹൈറ്റും വെയിറ്റുള്ള ആളാണ് ഈ മുറഹിബ്. റളിയല്ലാഹു അൻഹു കുറിയ ആളാ, പൊക്കം കുറഞ്ഞ ആളാ. അലി റളിയല്ലാഹു അൻഹു കണ്ടപാടെ തന്നെ മുറഹിബ് പറഞ്ഞു, ഓ ഇതാപ്പൊ പതാക പിടിച്ചു വരുന്ന ആള്, ഇത് കുറഞ്ഞ നേരം കൊണ്ട് തന്നെ റെഡിയാക്കാലോ. ആരാ? അലി റളിയല്ലാഹു അൻഹുവിനെ. ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാ വിട്ടത്? യഫ്തഹില്ലാഹു അലാ യദൈഹി, അള്ളാഹു വിജയം കൊടുക്കുമെന്നല്ലേ തങ്ങൾ പറഞ്ഞു വിട്ടത്. പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. ആ മുറഹിബിനെ കുറഞ്ഞ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു നിലം പരിശാക്കി.
ജൂതന്മാര് മുഴുവനും ഓടിപ്പോയി. സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ. ഖരിബത്ത് ഖൈബറു. ഖൈബർ കാലിയായി. ഒരൊറ്റ യഹൂദിനെയും പിന്നെ അവിടെ കാണാനില്ല. ഒക്കെ ഓടിപ്പോയി. ഓടി ഒളിച്ചു പല ഭാഗങ്ങളിലും. അലി റളിയല്ലാഹു അൻഹു ഒരല്പം ക്ഷീണം മാറ്റട്ടെ എന്ന് കരുതി ഒരു തണലുള്ള മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഈ വലിയൊരു സ്രാവിനെ ഒന്ന് വെട്ടി വീഴ്ത്തിയപ്പോഴേക്ക് കുറച്ച് ചെറിയൊരു സാഹസികത അനുഭവപ്പെട്ടതുണ്ട്. ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരുന്നതാ. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു മടിയിൽ തല വെച്ച് തങ്ങൾ അങ്ങനെ കിടന്നു. സാധാരണ ഉറങ്ങുന്ന നേരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിനൊക്കെ ഒരു നേരമുണ്ട്. അസ്റിന്റെ ശേഷം അവിടുന്ന് അങ്ങനെ ഉറങ്ങാറില്ല. പക്ഷെ അന്നെന്താന്നറിയില്ല, കണ്ണൊന്ന് മാളിപ്പോയി. അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഇരുത്തത്തിൽ നേരെ നോക്കുന്നത്, പടച്ചോനെ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. മഹാനവറുകളുടെ മനസ്സിന്റെ ബേജാർ അതാണ്. അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. എത്ര വലിയ സ്ഥാനമാണ് ഇന്നത്തെ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു കിട്ടിയത്. ഭയങ്കര സ്ഥാന കിട്ടിയത്. എന്താ സ്ഥാനം? മുറഹിബിനെ വെട്ടി വീഴ്ത്തിയിട്ട് അവിടെ വിജയം വരിച്ചു എന്നുള്ളതല്ല. അതിനേക്കാളും വലിയ സ്ഥാനം അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും മഹബ്ബത്താണ്. അതാണ് വലിയ സ്ഥാനം. അത്രയും വലിയ സ്ഥാനം കിട്ടിയിട്ടും അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ബേജാറാണ്. നിസ്കരിച്ചിട്ടില്ല. തങ്ങളാണെങ്കിലോ മടിയിൽ തലവെച്ച് അല്പനേരം വിശ്രമത്തിലേക്ക് നീങ്ങി. വിളിച്ചുണർത്താൻ കഴിയില്ലല്ലോ. അതൊരു അദബ് കേടല്ലേ എന്ന് മനസ്സിലാക്കി അലി റളിയല്ലാഹു അൻഹു നോക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കുന്നു. അസ്തമാന ഗംഗയിലേക്കും നോക്കുന്നു. മാറി മാറി നോക്കിയപ്പോൾ സൂര്യനങ്ങ് അസ്തമിച്ചു. സുബ്ഹാനല്ലാഹ്. അസ്തമിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം മണപൊട്ടി ഒഴുകി. കണ്ണീർ ചാലിട്ട് തിരുമുഖത്തേക്ക് ഉറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, മാ യുബ്കീക യാ അലി, എന്തിനാ അലി നിങ്ങൾ കരയുന്നത്? എന്താണ് നിങ്ങൾക്ക് വിഷമം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ സല്ലൈതുൽ അസ്ർ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കണം എന്ന് കരുതി അല്പനേരം വിശ്രമത്തിനിരുന്നതാണ്. തങ്ങൾ വന്നല്ലോ, കിടന്നു. ആ കിടത്തത്തിൽ തങ്ങൾ കണ്ണുമാളിപ്പോയി. സാധാരണ ഉറങ്ങുന്ന നേരമല്ലല്ലോ, പക്ഷേ കണ്ണുമാളിയപ്പോ എങ്ങനെ വിളിക്കണമെന്നറിയാതെ ഞാനും കാത്തു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചുപോയി. നബിയേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആർക്കുന്നത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറും വെപ്രാളവും വിഷമവും കണ്ട് ദുആർക്കുന്നത്, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക വ ത്വാഅതി റസൂലിക ഫർദുദിശ് ശംസ. സൂര്യനെ മടക്കി കൊടുക്കുക അല്ലാഹ്. അലിയാര് നിന്റെ പൊരുത്തത്തിലും നിന്റെ റസൂലാകുന്ന എന്റെ പൊരുത്തത്തിലുമായിരുന്നു ഇത്രയും നേരം. സൂര്യനെ മടക്കി കൊടുക്കണേ അല്ലാഹ്. അതേ, അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു. അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഹാനവർകൾ അസ്ർ നിസ്കരിച്ചു. സ്വഹാബത്ത് പറയുന്നു, സൂര്യൻ തിരിച്ചു വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമൊന്ന് കാണേണ്ടിയിരുന്നു. ആ അസ്ർ അങ്ങോട്ട് അതായി കിട്ടിയ ആ ഒരു സന്തോഷം, അല്ലാഹ്, അത്ര വലിയൊരു സന്തോഷം അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് വേറെ കണ്ടിട്ടില്ല. കല്യാണം കഴിച്ചപ്പോൾ പോലും അത്ര സന്തോഷം കണ്ടിട്ടില്ല. അവരുടെ തഖ്വയുടെ മൂർച്ചയാണത്. അവർ കഴിയില്ല. ഒരു നിസ്കാരം അങ്ങനെ ഖളാക്കാൻ കഴിയില്ല. ഒരു സുന്നത്ത് നിസ്കാരം അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. ഒരു സംഗതി അങ്ങനെ മാറ്റാൻ കഴിയില്ല. അവരെ ശരീരത്തിൽ അത് അത്രയും ആ രൂപത്തിൽ അങ്ങ് ഉറച്ചുപോയി, വേരുറച്ചുപോയി. അവർക്കത് മാറി ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ മുത്തഖിയായി ജീവിക്കുന്ന ആളാണോ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളാണോ, തഖ്വയിലായി ജീവിക്കുന്ന ആളാണോ, ഹറാമുകളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളാണോ? എപ്പോഴെങ്കിലൊക്കെ ഒരാൾ കുടുങ്ങിയോ, ആ കുടുക്കിൽ നിന്ന് അല്ലാഹു തആല അവന് നല്ല രക്ഷ കൊടുക്കും.
അതങ്ങനെ ആസ്വദിക്കാനും ഇങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയാൽ തിരക്കടില്ല എന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ആൾക്കാരെ പറ്റിയല്ല, അവരെ പറ്റിയല്ല. മോഹിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നതിനെ പറ്റിയല്ല. അങ്ങനെ ഒരു മോഹമില്ല. പടച്ചോനെ ഹറാമല്ലേ എന്ന് കരുതിയിട്ട് മാറി മാറി ചിന്തിച്ച് നടക്കുന്ന, സൂക്ഷ്മയോടെ നടക്കുന്ന ഒരാള് ഏതോ ഒരു തരത്തിൽ അങ്ങനെ പോയി പെട്ടുപോയി വീണുപോയാൽ അല്ലാഹു തആല അവന് രക്ഷ കൊടുക്കും, മാറ്റം കൊടുക്കും. രക്ഷപ്പെടാനുള്ള നല്ല വഴി അല്ലാഹു തആല ഒരുക്കി കൊടുക്കും. കണ്ടില്ലേ നിങ്ങൾ മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം? ബനു ഇസ്രായേലിൽ ജീവിച്ചിരുന്നൊരു വലിയ ആബിദ്, ബനു ഇസ്രായേൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകൾക്ക് പറയുന്ന പേരാണ് ബനു ഇസ്രായേൽ. ഇന്ന് കേൾക്കുന്നതല്ല, അത് ഇസ്രയേൽ, അത് വേറെ ജാതിയാണ്, അത് ജൂത സമൂഹമാണ്. ഇത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഖുർആൻ പറയുന്ന പേരാണ് ഇസ്രായേൽ എന്ന പേര്. ഇസ്രായേൽ നബി എന്ന നബിയുണ്ട്, ആ നബിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അവരെ മക്കളിലേക്ക് സന്താന പരമ്പരകളിലേക്ക് ചേർത്തിയിട്ട് ബനു ഇസ്രായേൽ എന്ന് പറയും, ഒരു ശ്രേഷ്ഠ സമൂഹം. ആ ബനു ഇസ്രായേലിൽ ഒരു വലിയ ആബിദ് ഉണ്ടായിരുന്നു, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന നല്ലൊരു മനുഷ്യൻ. രാത്രി കുറെ സമയം അദ്ദേഹം നിന്ന് നിസ്കരിക്കും. ഒരു കച്ചവടക്കാരനാണ്. പകല് ഉപജീവന മാർഗത്തിന് കച്ചവടത്തിന് പോകും, അതാണ് പണി. രാത്രി ഏറെ നേരം നിസ്കരിക്കും. പകലും നിസ്കാരമുണ്ട്. പിന്നെ നമ്മളെപ്പോലെ 5 വക്ത് ഫർളൊന്നും അവർക്കില്ലല്ലോ. അവർക്കാകെ 2 വക്ത് ഫർളേ ഉള്ളൂ മിക്ക ആളുകൾക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനൊക്കെ അത്രയേ ഉള്ളൂ, 2 വക്ത് ഫർള്. അതിനു മുമ്പ് പലർക്കും 1 വക്ത് ഫർളൊക്കെയുള്ളൂ. പക്ഷെ രാത്രി കുറെ നേരം ഇബാദത്തെടുക്കുന്ന ഈ കച്ചവടക്കാരൻ പകലില് കച്ചവടത്തിന് പോകും. എപ്പോൾ അദ്ദേഹം കച്ചവടത്തിന് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയും, യാ നഫ്സി ഇത്തഖില്ലാഹ തആല, ശരീരമേ നീ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. കച്ചവടത്തിനാ പോകുന്നത്. പറ്റാത്ത ഒന്നും സ്വീകരിക്കാൻ വേണ്ടി നിന്റെ മനസ്സ് വെമ്പൽ കൊള്ളരുത്. സ്വന്തം ശരീരത്തോട്, അത് നമ്മൾ വേളറില്ലല്ലോ, നമ്മൾ പുറത്തുള്ളവരുടെ വേളറ്, സ്വന്തത്തോടൊരു വേള്. യാ നഫ്സി ഇത്തഖില്ലാ, എന്റെ ശരീരമേ നീ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. പറ്റാത്തതിലേക്ക് നിനക്ക് മോഹം ഉണ്ടാകരുത്. ലാഭമാണ് എന്ന് കരുതിയിട്ട് പറ്റാത്തതൊന്നും നീ സ്വീകരിക്കരുത് എന്ന് സ്വന്തത്തോട് എപ്പോഴും പടിയിറങ്ങുമ്പോ വേള് പറയും, ഉപദേശിക്കും. അങ്ങനെ ഒരു ദിവസം ഉപദേശമൊക്കെ സ്വന്തം ശരീരത്തോട് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ ലോഡും തോളിലേറ്റിയാ പോകുന്നത്. ആ നാട്ടിലെ ഭരണാധികാരിയുടെ വീട്ടുപടിക്കലെത്തി. പിന്നെയാ മനസ്സിലായത് ഭരണാധികാരിയുടെ വീടാണ്. അങ്ങനെ അയാൾ അദ്ദേഹത്തിന്റെ ചരക്കിന്റെ പേരെങ്ങനെ വിളിച്ചു പറയുന്നു. മത്തി വിൽക്കുന്ന ആള് മത്തി 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 മത്തി, അയില വിൽക്കുന്ന ആൾ അയില അയില എന്ന് പറയും പോലെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ചരക്ക് എന്താണോ അതങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ഒരു കച്ചവടക്കാരൻ വന്നു എന്നുള്ള അർത്ഥത്തിൽ ഭരണാധികാരി പറഞ്ഞു, പുറത്താരോ കച്ചവടക്കാരനാരോ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ വീട്ടിലെ ആ ഭരണാധികാരിയുടെ ഭാര്യ കതക് തുറന്നു നോക്കി. കതക് തുറന്ന് നോക്കിയപ്പോ നല്ല ഭംഗിയുള്ള ഒരു ശരീരം, കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു മനുഷ്യൻ. അതുപോലെ ഒരു ചെറുപ്പക്കാരനെ ആ പെണ്ണ് ആ നാട്ടിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടല്ലോ. കണ്ട മാത്രയിൽ ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തോട് വലിയ താല്പര്യം തോന്നി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ പെണ്ണിനെ നോക്കി ആസ്വദിച്ചിട്ടില്ല. ഈ പെണ്ണ് നോക്കിയപ്പോൾ നോക്കിയ രൂപത്തിൽ തന്നെ ആ ശരീരത്തിൽ ആകൃഷ്ടയായി. ആ പെണ്ണ് പറഞ്ഞു, കുറച്ചു നേരം നീ എവിടെ നിൽക്കൂ, നിന്റെ വക്കൽ നിന്ന് എനിക്ക് ചരക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ട്. കച്ചവടക്കാരനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരു ഭാഗത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ കയ്യിലുള്ള ചരക്ക് വേണം, ഒന്നിങ്ങോട്ട് കയറിയിരിക്കൂ. കച്ചവടക്കാരൻ വിചാരിച്ചു, അമീറിന്റെ വീടല്ലേ, ചരക്ക് വാങ്ങിയിട്ട് നല്ല വില കിട്ടിയാൽ എനിക്ക് വേഗം പോകാമല്ലോ എന്ന് കരുതിയിട്ട് പാവപ്പെട്ട ആബിദായ മനുഷ്യൻ വീട്ടിലേക്ക് അങ്ങ് കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞു, വീട്ടിന്റെ ഉള്ളിലേക്ക് വരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. രാജാവിന്റെ ഭാര്യയല്ലേ എന്ന നിലക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് ചേറിയപ്പോൾ കതക് മുഴുവനും കൊട്ടിയടച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇന്നി ആശിഖത്തുല്ലക, നിന്നെ കണ്ട് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. എനിക്കൊരുപാട് സമ്പത്തുണ്ട്,
പട്ടുവസ്ത്രങ്ങളുണ്ട്, പലതും എനിക്കുണ്ട്. നിന്റെ ഈ ചെറിയ കച്ചവടം ഒഴിവാക്കിയിട്ട് നീ ധരിച്ച പഴകിയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് എന്റെ സമ്പത്തതാ ഭൂസ്വത്തും മറ്റതും ധാരാളം എനിക്കുണ്ട്, അത് മുഴുവനും നീ സ്വീകരിച്ചോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു വർത്തമാനം ആ പെണ്ണ് പറഞ്ഞപ്പോഴേക്ക് കച്ചവടക്കാരന് മനസ്സിലായി, ഈ പെണ്ണെനിക്ക് ചരക്ക് കാഴ്ചവെക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയല്ലല്ലോ, എന്റെ ശരീരത്തെ കൊതിച്ചിട്ടല്ലേ ഈ പെണ്ണിതൊക്കെ തരുന്നത്. പിന്നെയും സ്വന്തം ശരീരത്തോട് പറഞ്ഞു, യാ നഫ്സി ഇത്തഖില്ലാഹ്, നീ ശരീരമേ അല്ലാഹനെ പേടിക്കണം, ശരീരമേ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പെണ്ണിനോട് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, പെണ്ണെ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് കതക് തുറക്കൂ. പെണ്ണ് പറഞ്ഞു, ലാ അഫ്തഹുൽ ബാബ ഹത്താ തസ്ലമ ഇലയ്യ നഫ്സക, നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുന്നത് വരെ കതക് ഞാൻ തുറന്നു തരില്ല. നിന്റെ ശരീരം എനിക്കൊന്ന് സുഖിക്കാൻ കിട്ടണം, നിന്റെ ശരീരത്തെ എനിക്കൊന്ന് സമർപ്പിക്കണം, അല്ലാതെ വാതിൽ തുറക്കില്ല. പലവരും ആവർത്തിച്ചുകൊണ്ട് കച്ചവടക്കാരൻ പറഞ്ഞു, പെണ്ണേ ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണ്, നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ രക്ഷപ്പെടുത്തണം, കതകൊന്ന് തുറക്കുമോ? നിനക്ക് വേണമെങ്കിൽ എന്തും തരാ ഞാൻ, നീ ഒന്ന് ഈ വീട്ടിൽ നിന്ന് എന്നൊന്ന് പുറത്തിറക്കി തരണം. രാജാവിന്റെ അമീറിന്റെ ഭാര്യ പറഞ്ഞു, ഇല്ലല്ലല്ല, ഞാൻ നിന്നെ കണ്ട മാത്രയിൽ ഞാൻ ആശിച്ചുപോയി, ആഗ്രഹിച്ചുപോയി. അങ്ങനല്ലേ പലരും വരാറുള്ളത്, പറയാറുള്ളത് ഇപ്പോഴും. ഓ, കണ്ടപ്പോഴൊക്കെ ഞാൻ കൊതിച്ചുപോയി, ആ ദുനിയാവിന്റെ കൊതി കണ്ടപ്പോഴേക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി, എനിക്ക് ഇനി മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്നല്ലേ പലരും പറയല്. നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ? എങ്കിൽ വാതിൽ തുറന്നു തരും, അല്ലാതെ കതക് തുറക്കില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്കൊന്ന് താമസം തരുമോ? ഒരു ചെറിയ കാര്യം എനിക്ക് നിർവഹിക്കാനുണ്ട്, എന്ത് വേണമെങ്കിലും നിർവഹിച്ചോ, പുറത്തേക്ക് വിടില്ല. എന്നാ എനിക്കൊന്ന് ഉളു എടുക്കണം, ഒരു 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, ഉളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം വീടിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ മുകളിലേക്കുള്ള വഴി കണ്ടു, മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറിയിട്ട് പിന്നെയും 2 റക്അത്ത് നിസ്കരിച്ചു. മുകളിൽ നിന്ന് തായോട്ട് നോക്കുമ്പോ ഒരു 10-20 മുഴം തായോട്ട് ചാടാനുണ്ട്. ഇത് വലിയ വീടാണ്, 20 മുഴം തായോട്ട് ചാടാനുണ്ട്. സുബ്ഹാനല്ലാഹ്, 2 റക്അത്ത് നിസ്കരിച്ച് മേൽഭാഗത്തേക്ക് കണ്ണുയർത്തിയിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് ഇന്നി അബത്തുക മുൻദു 70 സന, 70 കൊല്ലമായി ഞാൻ നിനക്ക് ഇബാദത്ത് എടുക്കുന്ന ആളാണ് റബ്ബേ. ഖല്ലിസുനി മിൻ ശർരി ഹാദിഹിൽ മർആ, ഈ പെണ്ണിന്റെ ഇടങ്ങേറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. 70 കൊല്ലമായി ഞാൻ നിനക്ക് ആരാധിക്കുന്ന ആളല്ലേ, എന്നെ രക്ഷിക്കണേ അല്ലാ. ഈ പെണ്ണിന്റെ കെണിയിൽ എന്നെ നീ കൊടുക്കരുതേ എന്നൊരൊറ്റ ദുആ നടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ആ സ്വന്തം ശരീരത്തോട് പറഞ്ഞു, ശരീരമേ മോഹിക്കരുത്, മോഹിക്കരുത്, ഇത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണം, പടച്ച റബ്ബിനെ പേടിക്കണം എന്നും പറഞ്ഞ് സഹോദരങ്ങളെ 20 മുഴം മുകളിൽ നിന്ന് തായോട്ട് ഒരൊറ്റ ചാട്ടം ചാടിപ്പോയി. തായോട്ട് ചാടുമ്പോ തായ് ഭാഗത്ത് തന്നെ പിടിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിന് തഖ്വ ചെയ്തിട്ടല്ലേ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ചിട്ടല്ലേ തായോട്ട് ഇങ്ങനെ ചാടുന്നത്? ആത്മഹത്യ ചെയ്യാനാണോ? അല്ല, ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കാനാണ്.
ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖുദ് ബിയദി അബ്ദി, എന്റെ അടിമയുടെ കൈ പോയി പിടിക്കൂ. എന്റെ അടിമയുടെ കൈ പിടിച്ചുകൊണ്ട് തായോട്ട് വീണിട്ട് അപകടങ്ങളൊന്നും പറ്റരുത്. ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് അതേ ഒരു ഉമ്മ കുട്ടിയെ കൈകൊടുത്ത് സ്വീകരിക്കും പോലെ രണ്ട് കൈ കൊണ്ടും എന്റെ അടിമയെ നിങ്ങളങ്ങ് സ്വീകരിക്കൂ. എന്നിട്ട് സന്തോഷത്തോടെ ഭൂമിയിൽ കൊണ്ടുപോയി ഇരുത്തൂ. ജിബ്രീൽ അലൈഹിസ്സലാം സ്പോട്ടിൽ വന്ന് പിടിച്ചു. രണ്ട് കൈകളിലേക്കാണ് നേരെ ചാടി വന്ന് വീണത്. എന്നിട്ട് താഴെ കൊണ്ടിരുത്തി. എന്താ നിങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള കാരണം? നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചു. പടച്ച റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ചപ്പോൾ യജഅൽ ലഹു മഖ്റജ, പരിഹാരം അല്ലാഹു നൽകി. എത്ര വലിയ പ്രതിസന്ധിയാണ് ആ വന്നത്, എത്ര വലിയ പ്രതിസന്ധിയാ പെട്ടുപോയത്. ഇതിനല്ലേ മോചനം കൊടുത്തത്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, കെണിവലകൾ വർദ്ധിക്കുകയാണ്. അന്യ ആണും അന്യ പെണ്ണും, അന്യത്വം എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തിന് കടിഞ്ഞാണിടാൻ ഏറ്റവും വലിയ മരുന്ന് അല്ലാഹുവിനെ തഖ്വ ചെയ്യലാണ്. സ്വന്തം ശരീരത്തെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കുക, ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. അതല്ലാതെ വേറെന്താ മരുന്നുള്ളത്? വേറെ എങ്ങനെ കഴിയും നമുക്ക് രക്ഷപ്പെടാൻ? വേറെ ഒരു മാർഗവും അതിനില്ല, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കലല്ലാതെ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. എന്നാ പിന്നെ എല്ലാവിധ പരിഹാരവും കൊടുക്കും. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം മുത്തഖിയായ നിലക്ക് ജീവിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാനം എത്ര വലുതാണ്. എല്ലാ സ്ഥലങ്ങളിലും യൂസുഫ് നബി അലൈഹിസ്സലാമിനല്ലേ സ്ഥാനം കൊടുത്തത്. ഏറ്റവും വലിയ രാജകീയമായ പദവി നൽകാനുള്ള കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ വിശദീകരിച്ചു. സ്വന്തം സഹോദരങ്ങൾ വന്നപ്പോ സ്വന്തം ജേട്ടന്മാര് 10 ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലെത്തിയപ്പോ പറഞ്ഞു, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. നിങ്ങൾ എന്നെ കിണറ്റിലല്ലേ കൊണ്ടുപോയിട്ടത്, അവിടെ നിന്ന് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ നിങ്ങളോടൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ സ്വന്തം ചോരയാണ്, ചോരയുടെ ബാക്കിയാണ്, സ്വന്തം സഹോദരനല്ലേ. എന്നെ രക്ഷപ്പെടുത്തിയിട്ട് അല്ലാഹു തആല പിന്നെ എന്നെ കൊണ്ടുപോയി പാർപ്പിച്ചത് നിങ്ങളൊന്നും താമസിക്കാത്ത അത്രയും വലുപ്പമുള്ള ഒരു കൊട്ടാരത്തിലാ. പിന്നെ ആ കൊട്ടാരത്തിലൊരാളായിട്ടാ ഞാൻ അവിടെ താമസിക്കുന്നത്. എന്നെ ദത്തെടുത്ത് വളർത്തുന്നൊരു പുത്രനായിട്ട്, സ്നേഹത്തോടെ എന്നെ വളർത്തുന്നൊരു വളർത്തുമകനായിട്ടാണ് രാജാവ് എന്നെ അവിടെ കൂട്ടിയത്. പക്ഷെ അവിടെയും അല്ലാഹു തആല എനിക്ക് വലിയ മോചനം നൽകി. ആ രാജാവിന്റെ ഭാര്യ സലീഹ എന്റെ ശരീരത്തെ ആഗ്രഹിച്ച് എന്നെ കേറി പിടിച്ച് വലിച്ച് എന്റെ കുപ്പായം കീറിയപ്പോൾ, ഞാൻ കുറ്റക്കാരനാണെന്ന കളവും പറഞ്ഞപ്പോ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോഴേക്കെന്നെ എന്റെ മനസ്സിൽ വന്നത് മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസുവായ, എന്റെ യജമാനന് നല്ലൊരു താമസം തന്നിട്ട് ഞാൻ എന്റെ യജമാനെ ലംഘിക്കേ? ഈ വീട്ടിൽ എനിക്ക് നല്ല താമസമല്ലേ ഖിത്ഫീർ എനിക്ക് തന്നത്? ആ ഖിത്ഫീറിന്റെ ഭാര്യയല്ലേ നിങ്ങൾ? എനിക്ക് നല്ല താമസം തന്ന ആ മനുഷ്യനെ ഞാൻ പറ്റിക്കുകയോ? മആദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഞാൻ ഉടനെ അല്ലാഹുവിനോട് കാവലാ ചോദിച്ചത്. എന്നെ കയറി പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഓടിയെത്തിയത് ഖിത്ഫീറിന്റെ മുന്നിലാണ്. കതക് തുറക്കുമ്പോ നേരെ മുന്നിൽ ഖിത്ഫീർ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു, അഭിനയത്തിന് ഫസ്റ്റ് മാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടുകാരിയായ എന്നെ കൊണ്ട് ഇത്രയും വലിയ ഇടങ്ങേറുണ്ടാക്കി ഈ മനുഷ്യനെ ഇനി ഇവിടെ പാർപ്പിക്കണം. ഒന്നുകിൽ കടുത്ത ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ജയിൽവാസം കൊടുക്കണം. വേറെ ഒരു മാർഗവുമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ വിനയത്തോടെ പറഞ്ഞു, ഹിയ റാവദത്തിനി അൻ നഫ്സി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
നിങ്ങളുടെ ഭാര്യ സലീഹയാണ് താല്പര്യപ്പെട്ട് ആഗ്രഹിച്ച് എന്നെ ആവശ്യപ്പെട്ട് എന്നെ കയറിപ്പിടിച്ചത്. അല്ല 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 എന്ന് പലവരും ആവർത്തിച്ചു പറയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തഖ്വക്കല്ലേ അള്ളാഹു വിജയം കൊടുത്തത്? തൊട്ടിലിൽ കിടക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ലേ മധ്യസ്ഥം വഹിച്ചത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുൽ ഫസദഖതു വഹുവ മിനൽ കാദിബീൻ വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുർ ഫകദബതു വഹുവ മിനസ് സാദിഖീൻ. രാജാവേ, ഒന്ന് നോക്കിയാ മതി, കുപ്പായം കീറിയത് മുന്നിലാണോ പിന്നിലാണോ? മുന്നിലാ കീറിയിരിക്കുന്നതിൽ സലീഹ പറഞ്ഞത് സത്യമാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് വിശ്വസിക്കണ്ട. പിൻഭാഗത്താണോ കീറിയത്, സലീഹ പറഞ്ഞത് കളവാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാദിഖീങ്ങളിൽപ്പെട്ട ആളാണ്. ഫലമ്മാ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുൻ. കുപ്പായം കീറിയത് നോക്കുമ്പോ പിന്നിലാ, പിടിച്ചു വലിക്കാമെന്നപ്പോ കുതിര ഓടിയപ്പോഴാ പിന്നിൽ പിടിച്ചു വലിച്ചത്, പിന്നിലാ കീറിയിരിക്കുന്നത്. ഖത്ഫീർ പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, പെണ്ണേ നിന്റെ ചതിയാണിത്, നിന്റെ ചതിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആരാ സഹോദരങ്ങളെ? തൊട്ടിലിൽ കിടക്കുന്ന സംസാരത്തിന് പ്രായമെത്താത്ത കുഞ്ഞ്. ആ കുഞ്ഞിനെ സംസാരിപ്പിച്ചതാരാ? യജമാനനായ റബ്ബ്. ഇജ്അൽ ലഹു മഖ്റജ. മുത്തഖിയായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത പരിഹാരത്തിന്റെ വഴിയാണ്. പിന്നെന്തിനാ ജയിലിൽ പോയതെന്ന് അടുത്ത ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ? ജയിൽവാസം യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു ദുആഇന്റെ ഉത്തരമാണ്. ഈ പെണ്ണുങ്ങളെ പറച്ചിൽ സഹിക്കാത്തോണ്ട് വല്ലാത്തൊരു പറച്ചിലാണുള്ളത്. അതൊന്നും അന്നും അങ്ങനെ തന്നെ, അതിൽ മാറ്റൊന്നുമില്ല. പെണ്ണുങ്ങളൊന്നായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയാല് അത്ര വലിയ ഇടങ്ങേറുള്ള സംഗതി ലോകത്ത് വേറെ ഉണ്ടാവൂല. പെണ്ണുങ്ങളെ നാട് നീങ്ങളെ പറയല്ലേ, ഇംറാത്തുൽ അസീസ് തുറാബിദു ഫത്താഹ. അസീസ് രാജാവിന്റെ പെണ്ണിന് ഇപ്പൊ പണി മറ്റേതാണ്, പണി മറ്റേതാണ്. പണി വേറെയാണ്. കൊട്ടാരത്തിന് വന്ന ആ ചെറുപ്പക്കാരനെ പ്രേമിച്ച് പ്രണയിച്ച് അങ്ങനെ നടക്കുക. കത് ശഗഫഹ ഹുബ്ബ. അല്ലാത്ത പ്രേമം തന്നെ, ചെറിയ പ്രേമൊന്നല്ല. പിന്നാലെ ഓടിപ്പിടിച്ച് കുപ്പായൊക്കെ കീറി. എന്തെല്ലാം വർത്തമാനമാ പറയുന്നത്. ഇവരെ ഈ വർത്തമാനവും കാര്യങ്ങളും കേട്ട് 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 യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അഹബ്ബുസ് സിജ്നി, അല്ലാഹുവേ ജയിലിൽ വാസമാണ് അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ. ഈ ആളുകൾ എന്നെ ക്ഷണിക്കുന്ന വിഷയത്തെക്കാളും എനിക്കേറ്റവും നല്ലത് ഒറ്റക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ലേ, അതാ നല്ലത്. എനിക്ക് നീ അത് തന്നാൽ മതി, ഞാനത് സ്വീകരിക്കും. ആ ദുആഇന് ഉത്തരമായിട്ടാണ് അല്ലാഹു തആല അവരുടെ ചതിയും ദുഷ്ടലാക്കും ഒന്ന് മാറ്റിക്കളയാൻ ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫൻഹു കൈദഹുന്ന. ആ പെണ്ണുങ്ങളെ ചതിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മാറ്റി നിർത്തിയിട്ട് ദുആഇന് ഉത്തരം നൽകിയിട്ട് ജയിൽവാസം നൽകി. ജയിൽവാസം നൽകിയപ്പോ അത് മറ്റൊരു വിജയത്തിനുള്ള വലിയൊരു കാരണമായി മാറി. യൂസുഫ് നബി അലൈഹിസ്സലാം ആ ജയിലിന്റെ ഉള്ളിൽ അല്ലാഹു നൽകിയ ഇൽമനുസരിച്ച് ജനങ്ങൾക്ക് ബോധനം നടത്തിക്കൊണ്ടിരുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിച്ചു കൊടുക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം കൂട്ടത്തിൽ തന്നെ ജയിൽവാസികൾക്ക് സ്വപ്ന വ്യാഖ്യാനവും നൽകിക്കൊണ്ടിരുന്നു. സ്വപ്ന വ്യാഖ്യാനമൊക്കെ നടത്തുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം 1, 2, 3 വർഷമല്ല, 35 വർഷം അങ്ങനെ തന്നെ അങ്ങ് തീരുകയാണ്. ജയിൽവാസമാണ് അനുഭവിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഇബാദത്തിന് നല്ല സുഖമാണ്. ഇൽമ് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നല്ല സുഖമാണ്. ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഇടക്കല്ലേ ഖത്ഫീർ വലിയൊരു സ്വപ്നം കാണുന്നത്, അസീസ് രാജാവ് വലിയൊരു സ്വപ്നം കാണുന്നത്. അസീസ് രാജാവ് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ ശമ്പളം പറ്റി ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയാതെ വന്നപ്പോ നേരത്തെ ജയിലിൽ താമസിച്ചിരുന്ന കൊട്ടാരത്തിലെ 2 സേവകന്മാരിൽപ്പെട്ട ഒരാള് അപ്പോഴാണ് ഓർത്തെടുക്കുന്നത്,
വർഷങ്ങൾ പിന്നെയും ഒരുപാട് കഴിഞ്ഞ ശേഷം, രാജാവേ, നമ്മുടെ ജയിലിൽ താമസിക്കുന്ന ഒരാളുണ്ട്, സ്വപ്ന വ്യാഖ്യാനം നടത്താൻ നല്ല അറിവുള്ള ആളാണ്, എന്നാ നിങ്ങൾ പോയിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം തേടി വരൂ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കൃത്യമായി പറഞ്ഞു കൊടുത്തു. വരൾച്ചയുടെ കാലവും അതുപോലെ തന്നെ ക്ഷേമത്തിന്റെ കാലവും, നല്ലവണ്ണം കൃഷി ചെയ്തുകൊണ്ട് സ്വത്ത് സൂക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയും, നാടിന്റെ പരിസരങ്ങളിലൊക്കെ വരൾച്ച വരുമ്പോ സൂക്ഷിക്കുന്ന സ്വത്ത് അവർക്ക് വിതരണം ചെയ്യുന്നതിന്റെ ആവശ്യകതയും എണ്ണി എണ്ണി പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഇതൂനി ബിഹി, ഈ വ്യാഖ്യാനം പറഞ്ഞു തന്ന വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പോയിട്ട്, നിങ്ങളോട് രാജാവ് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ രാജാവ് പറയുമ്പോഴേക്ക് ഞാനങ്ങനെ വരില്ല. നിങ്ങൾ പോയിട്ട് എന്റെ വിഷയത്തിൽ സംസാരിച്ച ചില പെണ്ണുങ്ങളില്ലേ അവിടെ, ആ പെണ്ണുങ്ങളോട് നിങ്ങളൊന്ന് ചോദിക്കണം. ഖാലമാ ഖതുബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, ചോദിക്കണം, നിങ്ങളെ സമീപത്തുകൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം നടന്നുപോയില്ലേ ഒരു വേള, സലീഖ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട്? ആ ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സും ശരീരവും നിങ്ങളിലേക്ക് ആകർഷിച്ചിരുന്നോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് എത്ര തഖ്വയുണ്ടായിരുന്നു? അതൊന്ന് ചോദിക്കുക പെണ്ണുങ്ങളോട്. ആ പെണ്ണുങ്ങളൊന്ന് പറയട്ടെ. ഞാൻ അവരെ മുന്നിലൂടെ അല്ലേ 40 ആളെങ്ങനെ ഇരുത്തിയിരിക്കല്ലേ, നല്ല ചൊങ്കും ചൊറുക്കുള്ളവര്. അല്ലെങ്കിൽ തന്നെ മിശ്രി പെണ്ണുങ്ങൾ എന്ത് ചൊറുക്ക, ആ പെണ്ണുങ്ങൾ അങ്ങനെ ഇരുത്തിയിരിക്കല്ലേ, അവരെ മുന്നിലൂടെ അല്ലേ എന്നോട് പോകാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പെണ്ണിലേക്ക് ഞാൻ നോക്കിയോ? ഒരു നോട്ടവും നോക്കാത്ത തഖ്വല്ലേ, അതാണ് തഖ്വ. ഉസ്താദേ, അതിന് കഴിയോ? അതിന് കഴിയണം, അതാ തഖ്വ. നിങ്ങൾ വിചാരിച്ചോ ഒന്ന് റുക്കുവും സുജൂദും ചെയ്യുമ്പോഴേക്ക് ഈ പറഞ്ഞൊക്കെ എളുപ്പമായി കിട്ടും? ഇല്ല. ഇത് കാണാൻ കാത്തു നിൽക്കുന്ന ആളുകളോട് പിന്നെ എന്ത് തഖ്വന്റെ വാല് പറയാനാ? ഓരോ പരിപാടിന്റെ അവിടെ കാണാനല്ല അല്ല പഠിച്ചെങ്കിൽ പിന്നെ എന്തിനാ പഠിച്ച്? നോക്കിയിരിക്കന്നെ കുറച്ചു നേരം. അത് തഖ്വയാ. ഒരൊറ്റ നോട്ടം പോലും നോക്കാത്ത രീതിയിലുള്ള തഖ്വ, ഹറാമിലേക്ക് നോക്കാതെ. ഒരു പെണ്ണ് മുന്നിലൂടെ പോയോ പോയില്ലേ നീ അറിയണ്ട, ഒരാൾ പോയിക്കോട്ടെ, നീ എന്തിനു നോക്കണം? എന്തിനാ നോക്കുന്നത്? നിനക്ക് വേറൊരു പെണ്ണിനെ അല്ലാഹു തആല ഹലാലാക്കി തന്നു, പിന്നെ നോക്കുക. കുറച്ച് അതിര് കിടന്ന നോട്ടായി പോയല്ലോ. അവനെ നോക്കിയിട്ടെങ്കിലും കുറച്ച് ആസ്വദിച്ചൂടല്ലേ? അതിനല്ലേ ഒന്ന് ഹലാലാക്കി തന്നത്. പറ്റില്ല സഹോദര, അത് സൂക്ഷിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം പെണ്ണുങ്ങളോട് ചോദിക്ക്. രാജാവ് പറഞ്ഞപ്പോഴേക്ക് കൊട്ടാരത്തിലേക്ക് ഞാൻ വരൂല. രാജാവ് വിളിച്ചു ബാക്കി നിൽക്കുന്ന പെണ്ണുങ്ങളെ. 40 പെണ്ണുങ്ങളിൽ ബാക്കി നിൽക്കുന്ന പെണ്ണുങ്ങൾ എത്രയുണ്ട്? 28 ഉണ്ട്. ബാക്കി 12 കാലിയായിട്ടുണ്ട്. അവിടെ തന്നെ മുറിച്ച് മരിച്ചിട്ടുണ്ട്. ഈ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരാകെ ഹൈറാനത്തിലായി മുറിച്ചും ചെയ്തു, രക്തം വാർന്നു. 12 ആൾ അവിടെ തന്നെ മരിച്ചു. ബാക്കിയുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചു, മാ ഖതുബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, നിങ്ങളെല്ലാവരെയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ മുന്നിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്ന് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാം നിങ്ങളിലേക്ക് ആകർഷിച്ചിരുന്നു. ഒരു ചെറിയ നോട്ടം ഒന്നിങ്ങനെ ഇടം കണ്ടിട്ടെങ്കിലും. പെണ്ണുങ്ങൾ പറഞ്ഞു, മാ അലിംനാ അലൈഹി മിൻ സൂ, ഒരു ചെറിയ അനാവശ്യത്തിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും യൂസുഫ് നബിയിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ പെണ്ണുങ്ങളത് പറഞ്ഞപ്പോഴാണ് അപ്പുറത്തുനിന്ന് മറ്റേ പെണ്ണ് പറഞ്ഞത്, അസീസിന്റെ ഭാര്യ, ഖാലത്ത് ഇംറഅത്തുൽ അസീസിൽ ആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. ഇപ്പോഴാണ് സത്യം വെളിവായി പുറത്തു വന്നത്. എന്റെ ശരീരത്തിന്റെ താല്പര്യം കൊണ്ട് ഞാനാണ് യൂസുഫിനെ ആവശ്യപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. എന്തിനാണ് ഇങ്ങനെ ഒന്ന് ചോദിച്ചത്? എന്തിനാണ് ഇങ്ങനെ മറുപടി പറയിപ്പിച്ചത്? ഒരിക്കലും രാജാവിന്റെ അസാന്നിധ്യത്തില് രാജാവിനെ ഞാൻ ചതിച്ചിട്ടില്ല.
നല്ല ചൊങ്കും ചൊറുക്കുമുള്ള സലീഹേ, കൊട്ടാരത്തിൽ ഒറ്റക്കാക്കി എന്നെയും അവിടെ താമസിക്കാൻ വിട്ടിട്ട് രാജാവിന്റെ ഏർപ്പാടിന് പോകുമ്പോ ആ സാന്നിധ്യത്തിലെ രാജാവിനെ ഞാൻ ചതിച്ചിട്ടില്ല. ചതിയന്മാരുടെ ദുഷ്ടലാക്ക്, ചതിയന്മാരുടെ ചതി അതൊരിക്കലും അല്ലാഹു തആല നേരെയാക്കുകയില്ല. എന്നിൽ നിന്ന് ഒരു ചതിയുടെ ചെറിയൊരു ഭാഗം പോലും ഉണ്ടായിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഇതൊക്കെ കൂടി അവരെ കൊണ്ട് പറയിപ്പിച്ച് ക്ലീനാക്കി റെഡിയാക്കി എടുത്ത ശേഷമാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത്. കൊട്ടാരത്തിലെത്തിയിട്ട് വലിയ അധികാരവും മറ്റൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴാ സ്വന്തം ജ്യേഷ്ഠന്മാര് റേഷൻ വാങ്ങാൻ വേണ്ടി വരുന്നത്. അവരെ നാട്ടിലും വരൾച്ച വന്നുപോയി. അവരെ നാട്ടിലും വന്നു, ബാബിലോണിലും വന്നു വരൾച്ച. റേഷൻ വാങ്ങാൻ വേണ്ടി വന്നു. റേഷൻ വാങ്ങാൻ വേണ്ടി വന്ന ആ സ്വന്തം സഹോദരങ്ങളോട് വലിയ സ്നേഹത്തോടെ പെരുമാറി നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. സഹോദരങ്ങളെ, തഖ്വയാണത്. തീരെ ഒരു വൈരാഗ്യമില്ലാത്ത മനസ്സ്, ഒരു കുശുമ്പും കുറുമ്പില്ലാത്ത മനസ്സ്. എന്തൊരു തഖ്വയാണത്! 16-ാമത്തെ വയസ്സിൽ സ്വന്തം ബാപ്പയുടെ അടുത്തുനിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അവരെ സ്നേഹത്തോടെ സഹോദരങ്ങളെ എന്ന് അവരെ വിളിച്ച് അഭ്യർത്ഥിച്ചിട്ട് കുറച്ചു നേരം ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടും എന്റെ ശബ്ദം കേട്ടിട്ട് ഇനി ഒരിക്കലും ജീവിക്കരുത് എന്ന് കരുതിയിട്ട് കല്ലുരുട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊല്ലാൻ നോക്കിയിട്ടും ഒരല്പം എന്നോട് സ്നേഹമുള്ള യഹൂദ എന്ന സഹോദരൻ പറഞ്ഞു, കൊല്ലരുത്, തൽക്കാലം നമ്മളെ കണ്ണിൽ നിന്ന് മറിഞ്ഞില്ലേ, ആളവിടെ നിന്നോട്ടെ. എന്നെ ഒറ്റക്കാക്കി പോന്ന ആള്, എന്റെ വാപ്പയെ കാണാതെ ഒരുപാട് കൊല്ലം ഞാനിവിടെ താമസിച്ചു, എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു, ഇപ്പൊ റേഷൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കാണ് സ്വന്തം ജ്യേഷ്ഠന്മാര്. അവരെ കണ്ട മാത്രയിൽ യൂസുഫ് നബിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് യൂസുഫ് നബിയെ തിരിഞ്ഞിട്ടില്ല. വഹും ലഹു മുൻകിറൂൻ, യൂസുഫ് നബി അവർക്ക് പരിചയമില്ല. അവര് വന്ന് വരി നിൽക്കുമ്പോ തന്നെ മനസ്സിലായി ജ്യേഷ്ഠന്മാരാ വന്നിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് കാണിച്ച സ്നേഹം അത് വലിയ തഖ്വയാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന് ചെയ്ത വലിയൊരു തഖ്വയാണ്. സ്വന്തം രക്തത്തിന്റെ ഭാഗമല്ലേ വന്നിരിക്കുന്നത്, അവർക്ക് സൗജന്യമായി റേഷൻ കൊടുത്തുപോയി. ഒരാളോടും മുതൽ മുടക്ക് വാങ്ങിയില്ല. അവരോടുള്ള വലിയ സ്നേഹമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം ചെലവില് 10 ആൾക്കും റേഷൻ വിതരണം ചെയ്തു പോയി. വീട്ടിലെത്തിയപ്പോ അവര് പറഞ്ഞല്ലോ സ്വന്തം ബാപ്പയോട്, ബാപ്പാ, രാജാവ് നല്ല രാജാവാണ്, നമ്മൾ കൊണ്ടുപോയ വില നമ്മളിലേക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു, ദിർഹമൊന്നും എടുക്കാതെ നമുക്ക് സൗജന്യമായി റേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പാ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ആരെങ്കിലും വീട്ടിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരണം, ഞങ്ങളെ സഹോദരനെയും ഞങ്ങളെ കൂടെ വിട്ടു തന്നേക്കണം. നല്ല രാജാവാണ്, അപ്പൊ 10 ആൾക്കല്ല 11 ആൾക്ക് റേഷൻ കിട്ടുമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരനെ കാണാൻ ആഗ്രഹിച്ച്, സ്വന്തം ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനല്ലേ ബിന്യാമീന്, ബിന്യാമീനെ കാണാൻ ആഗ്രഹിച്ചിട്ടാണ് ജ്യേഷ്ഠന്മാരോടത് പറഞ്ഞത്. പക്ഷേ ജ്യേഷ്ഠന്മാർക്ക് ഈ പറഞ്ഞത് അനുജനാണെന്നും സ്വന്തം അനുജനെ കൊണ്ടുവരാനാ പറഞ്ഞത് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. ബിന്യാമീനും കൂടി കൊട്ടാരത്തിൽ വന്നപ്പോ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ്, ഒട്ടും പേടിക്കേണ്ട, നമുക്ക് കുറച്ചു നേരം ഇവിടെ വർത്തമാനം പറഞ്ഞു കൂടണം എന്ന് കണ്ടതാ നമ്മള്. എത്ര നൂറ്റാണ്ടായി നമ്മൾ എത്ര പതിറ്റാണ്ടായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്. അതുകൊണ്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ചിരിക്കാം. നിങ്ങളെ എന്റെ കൂടെ തന്നെ കുറച്ചുകൂടി ടൈം നിർത്തുന്നതിന് ഞാൻ ചെറിയ വിദ്യകളൊക്കെ ഉപയോഗിക്കും, വിഷമൊന്നും കരുതരുത്. അത് നിങ്ങളിവിടെ കൂടെ നിർത്താൻ എന്റെ വക ഒരു കൗശലമാണ്, ഞാനത് പ്രയോഗിക്കും, ഒരു തന്ത്രം പ്രയോഗിക്കും. രാജാവിന്റെ അളവ് പാത്രം ബിന്യാമീന് വെച്ച 11-ാമത്തെ പാക്കറ്റിന്റെ ഉള്ളിലാക്കി ഇത് പൊതിഞ്ഞു.
അതും ചുമന്നു പോകുന്ന അവരോട് പറഞ്ഞു, 11 പേരും പുറത്തു പോകുമ്പോ പറഞ്ഞു, നിങ്ങൾ പോകല്ലേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ചെറിയ ചെക്കിംഗ് ഉണ്ട്. എന്താണ്? രാജാവിന്റെ അളവ് പാത്രം കാണുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങള് യാക്കൂബ് നബിന്റെ മക്കളാണ്, ഒരു നബിന്റെ മക്കളാ, ഞങ്ങളങ്ങനെ കക്കുന്നവരൊന്നും അല്ല, നിങ്ങൾ ഞങ്ങളെ സംശയിക്കരുത്. അല്ല, രാജാവൊന്ന് പരിശോധിക്കാൻ പറഞ്ഞാണ്, ആ പരിശോധിച്ചോളൂ. കെട്ടൊക്കെ ഇറക്കി വെച്ചു, എല്ലാവരുടെ ഭാണ്ഡങ്ങളും തെരഞ്ഞു. അവസാനം ബിന്യാമീന്റെ ഭാണ്ഡം തെരഞ്ഞപ്പോ, അതിൽ നിന്ന് ചരക്ക് തെരഞ്ഞപ്പോ അവരുടെ ആ വസ്തുക്കൾക്കുള്ളിൽ, ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിൽ രാജാവിന്റെ അളവ് പാത്രം. ഇതാ നിങ്ങളെ 11ാമത്തെ ആള്, നിങ്ങൾ കൊണ്ടുവന്ന പുതിയ ആളെ പിന്നെ കെട്ടിലാ ഉള്ളത്, എന്താ ഇനി ശിക്ഷ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ കളവ് നടത്തിയാലുള്ള ശിക്ഷ, കളവ് നടത്തിയ ആളെ കുറച്ചു നേരം പിടിച്ച് ജയിലിൽ ഇടലാണ്. എന്നാ നിങ്ങളെ നാട്ടിലെ ശിക്ഷ തന്നെ ആയിക്കോട്ടെ, ആളോട് കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ പറയുന്നു. ഈ നാട്ടിലെ ശിക്ഷ അല്ല, നിങ്ങളെ നാട്ടിലെ ശിക്ഷ വിധിക്കുന്നത്, ആ ശിക്ഷ തന്നെ ആളോട് നിൽക്കാൻ പറയും, ബാക്കിയുള്ളവരൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള സഹോദരന്മാർ പറഞ്ഞ കൂട്ടത്തിൽ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഈ യസിരിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, ബിന്യാമീന് കട്ടോ, നാ മൂപ്പരെ വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അയാൾ കട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആരാ വേറെ സഹോദരൻ? അവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്നും ഇളകിയില്ല. സഹോദരന്മാർ ഇത് പറഞ്ഞിട്ട് പോലും ഒന്നും പ്രതികരിച്ചില്ല. അവര് വീണ്ടും നാട്ടിലേക്ക് പോയി, കുറച്ചാൾ നാട്ടിലേക്ക് പോയി, കുറച്ചാൾ അവിടെ മിസ്രിൽ നിന്നു. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, നമുക്ക് റേഷൻ വേണം, ഇനിയും നിങ്ങൾ പോകണം, റേഷനും വാങ്ങണം, യൂസുഫ് നബിയെയും സഹോദരനെയും അന്വേഷിക്കുകയും വേണം, വീണ്ടും പോയിക്കോളും. 3ാമത്തെ തവണ റേഷൻ വന്നപ്പോഴും റേഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിലൊന്നും എടുക്കാത്ത അത്രയും താഴ്ന്ന നാണയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും താഴ്ന്ന നാണയാണ്, ഇത് ആരും വാങ്ങൂല, ഇതേ ഞങ്ങളെ കയ്യിലുള്ളൂ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ തരണം. ഭക്ഷ്യവസ്തുക്കൾ അപ്പോഴും കൊടുത്തു, 11 പേക്ക് തന്നെ കണക്കായി കൊടുത്തു. അതൊക്കെ റെഡിയാക്കിയിട്ട് അവർ പോകാൻ നിൽക്കുമ്പോ ഒന്നുകൂടി സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വ അഖീഹി ഇദ് അൻതും ജാഹിലൂൻ. അവരും കൂടി നന്നാക്കണല്ലോ, അതിനുള്ള ഒരു തഖ്വ. യൂസുഫിനെയും സഹോദരനെയും ഇവരല്ലാത്ത കാലത്ത് ചെയ്തത് ഓർമ്മണ്ടോ നിങ്ങൾക്ക്? ഓർമ്മണ്ടോ? എത്ര കൊല്ലം മുമ്പാന്ന് ഓർമ്മണ്ടോ? 75 കൊല്ലം മുമ്പ്, 10-25 കൊല്ലം മുമ്പ് നിങ്ങൾ ചെയ്തത് ഓർമ്മയുണ്ടോ? അവർ അതിശയത്തോടെ ഇങ്ങനെ മാറി മറിഞ്ഞു നോക്കാൻ തുടങ്ങി. മുഖത്തുള്ള അടയാളം, അപ്പുറത്തുള്ള അടയാളം, അപ്പുറത്തുള്ള അടയാളം. ഇന്നക ലഅൻത യൂസുഫ്, നിങ്ങളാണോ ആ യൂസുഫ്? അന്ന് ഞങ്ങൾ വാപ്പയുടെ സമീപത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി കിണറ്റിൽ വലിച്ചെറിഞ്ഞ യൂസുഫ് നിങ്ങളാണോ? അന യൂസുഫ് വഹാദാ അഖീ, അതേ ഞാൻ തന്നെയാണ് ആ യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണ് ഇത്രയും വലിയ അനുഗ്രഹം അല്ലാഹു ചെയ്യാനുള്ള കാരണം? ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. നിങ്ങൾ എന്നെ എന്ത് ചെയ്തപ്പോഴും ഞാൻ ജീവിച്ചത് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടാണ്. എന്നെ കിണറ്റിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ എടുത്തു കൊണ്ടുപോകുമ്പോ നിങ്ങളാണ് എന്നെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയിട്ടും നിങ്ങൾ എന്നെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ കഥ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ മുന്നിൽ 3ാമത്തെ തവണയല്ലേ റേഷന് വരുന്നത്? 3 തവണ വന്നപ്പോഴും ആദ്യ തവണ തന്നെ നിങ്ങളെ പിടിച്ചെനിക്ക് ജയിലിലടക്കാമായിരുന്നു. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചുപോയി. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരാണോ തഖ്വ ചെയ്ത് വളരെ അധികം ക്ഷമയോടെ ജീവിക്കുന്നത്, ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, അത്തരക്കാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കൂലി ഫലം അത് കണക്കാക്കാൻ കഴിയൂല, വെറുതെ ആകൂല. വലിയ സൗകര്യവും വലിയ സംവിധാനവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിപ്പോയി. ഇപ്പോഴും നിങ്ങളോട് എനിക്ക് വിരോധമുണ്ടോ? വിരോധമില്ല. വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് റേഷൻ നൽകുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ തന്നെ
നിങ്ങൾ 10 ആളെയും പിടിച്ച് എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. നിങ്ങളോട് ഞാൻ ക്ഷമ പാലിച്ചു, അള്ളാഹുവിന് തഖ്വയിലായി ഞാൻ ജീവിച്ചു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഇനിയും നിങ്ങളോട് എനിക്ക് വിരോധമുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. ഞാനിപ്പോ രാജാവിന്റെ റോളിലാണുള്ളത്. എന്റെ ഒരു ചെറിയ ഉത്തരവുണ്ടായാൽ നിങ്ങളെ കാരാഗ്രഹത്തിൽ അടക്കാം. ഇല്ലേ ഇല്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ എന്റെ രക്തബന്ധങ്ങളല്ലേ, എന്റെ ബാപ്പയുടെ സ്വന്തം മക്കളല്ലേ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ലേ. മാപ്പ് കൊടുത്തിട്ട് വലിയ മഗ്ഫിറത്തിന്റെ ദുആ ചെയ്തു കൊടുത്തു. സഹോദരങ്ങളെ, മുത്തഖിയായ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഈ വിധം സ്നേഹത്തോടെ പെരുമാറിയിട്ട് മാപ്പ് കൊടുത്തപ്പോ ഖുർആന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ഈ 10 സഹോദരന്മാരുടെയും മനസ്സ് മാറിപ്പോയി, ജീവിതം മാറിപ്പോയി. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ സ്ഥാനം നേടിപ്പോയി. മുത്തഖിയായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം ജേട്ടന്മാരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും നന്നാകാനുമുള്ള അവസ്ഥ കൊടുത്തിട്ട് നല്ല നിലക്ക് മാപ്പ് കൊടുത്തപ്പോ അവരെ മനസ്സ് മാറി, സ്വഭാവം മാറി, നേരത്തെയുള്ള ദുഷ്ടചിന്തകളൊക്കെ മാറിയിട്ട് അവര് സ്വാലിഹീങ്ങളിൽ ഇടം നേടിപ്പോയി. പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത സന്തോഷം, ഉമ്മ മരണപ്പെട്ടെങ്കിലും അവരോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലേ, ഉമ്മാനെയും എന്റെ ഉമ്മ മരണപ്പെട്ടു പോയില്ലേ, നിങ്ങളെ ഉമ്മാനെയും നിങ്ങളെ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ, ഇനി ഇവിടെയാകാം താമസം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ തഖ്വയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തഖ്വയും നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യമാണ്. അവരാ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെ കൊണ്ട് അല്ലാഹു തആല നൽകിയ വിജയം, ഉന്നതമായ വിജയം, എല്ലാ ഭാഗത്തിലൂടെയും അല്ലാഹു തആല അവർക്ക് പരിഹാരം നൽകിയില്ലേ. 80 വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു കാഴ്ച കാണുന്നത്. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പത്നിയെയും അഥവാ സഹോദരങ്ങളുടെ മാതാവിനെയും ഒരു വലിയ കസേരയില്, ഒരു ചക്ര കസേരയില് രാജാക്കന്മാര് സഞ്ചരിക്കുന്ന വാഹനത്തിൽ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും ചുറ്റുഭാഗത്തും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാണ് കുഞ്ഞുനാളിൽ നമ്മൾ കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ പുലർച്ച അല്ലാഹു തആല നടപ്പിലാക്കി തന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെയും എന്റെ സഹോദരങ്ങൾക്കിടയിലും പിശാച് അല്പം മറയിട്ടു, ചെറിയൊരു വൈരാഗ്യം ഉണ്ടാക്കി, അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും എന്റെ സഹോദരങ്ങൾക്കിടയിലും ശൈത്താന് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി, എന്നെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശൈത്താൻ അവരെ മനസ്സിൽ മന്ത്രിച്ചു. പക്ഷെ അല്ലാഹു തആല കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തന്നു. നമുക്ക് സ്വച്ഛന്തമായി നല്ല റാഹത്തോടെ കൊട്ടാരത്തിൽ താമസിക്കാം. മനസ്സിന്റെ വിഷമം മാറി, കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടി, വിഷമങ്ങളൊക്കെ പോയി. യാക്കൂബ് നബി അലൈഹിസ്സലാം 25 വർഷക്കാലം സ്വന്തം മക്കളോടൊപ്പം, മരുമക്കളോടൊപ്പം, പേരക്കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞ കാലമാണ്. അതല്ലേ പറഞ്ഞത്, കൊട്ടാര ജീവിതം യൂസുഫ് നബി അലൈഹിസ്സലാം നേരത്തെ പദ്ധതിയിട്ടിരുന്നോ? യാക്കൂബ് നബി അലൈഹിസ്സലാം നേരത്തെ ചിന്തിച്ചിരുന്നോ? സഹോദരന്മാര് ആലോചിച്ചിരുന്നോ? നല്ല സന്തോഷമുള്ള ജീവിതം നൽകിയില്ലേ? നല്ല റാഹത്തുള്ള ജീവിതം നൽകിയില്ലേ? മുഅ്മിനീങ്ങളെ, നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം.